ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 4. യേശുവിന് വേണ്ടി നിൽക്കാനുള്ള ധൈര്യം. തന്റെ ക്രൂശ് എടുത്തു എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. AD 155 ആദിമ സഭാപിതാവായ പോളികാർപ്പിനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അഗ്നിക്കിരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മറുപടി, 86 വർഷമായി ഞാൻ യേശുവിന്റെ ദാസനായിരിക്കുന്നു. യേശു എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെ ഞാൻ എങ്ങനെ നിന്ദിച്ച് തള്ളിപ്പറയും എന്നായിരുന്നു. നമ്മുടെ രാജാവായ യേശുവിലുള്ള വിശ്വാസം നിമിത്തം കഠിനമായ പരിശോധനകൾ നേരിടേണ്ടി വരുമ്പോൾ പോളികാർപ്പിന്റെ പ്രതികരണം നമുക്ക് പ്രചോദനമാകും. യേശുവിന്റെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പത്രോസ് ധൈര്യത്തോടെ ക്രിസ്തുവിനോട് കൂറ് പ്രഖ്യാപിച്ചു, ഞാൻ എൻ്റെ ജീവനെ നിനക്കു വേണ്ടി വെച്ചു കളയും. പത്രോസിനേക്കാൾ നന്നായി അവനെ അറിയാമായിരുന്ന യേശു മറുപടി പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂക്കുകയില്ല. എന്നിരുന്നാലും യേശുവിന്റെ പുനരുദ്ധാനത്തിനു ശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ ആൾ തന്നെ ധൈര്യത്തോടെ യേശുവിനെ സേവിക്കാൻ തുടങ്ങി. ഒടുവിൽ സ്വന്തം മരണത്തിലൂടെ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ ഒരു പോളികാർപ്പാണോ അതോ പത്രോസാണോ? നമ്മളിൽ ഭൂരിഭാഗവും സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ സത്യസന്ധമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ പരാജയപ്പെടുന്നവരാണ്. അത്തരം സന്ദർഭങ്ങൾ ഒരു ക്ലാസ് റൂമിലോ ബോർഡ് റൂമിലോ ബ്രേക്ക് റൂമിലോ ആകട്ടെ, അല്ല നാം ആരാണെന്ന് നിർവചിക്കുന്നത്. ആ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നാം പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ പൊടി തട്ടിയെടുത്ത് നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത യേശുവിലേക്ക് തിരിയണം. യേശുവിനോട് വിശ്വസ്തരായിരിക്കാനും ദുഷ്കരമായ സ്ഥലങ്ങളിൽ ദിവസവും യേശുവിന് വേണ്ടി ധൈര്യത്തോടെ ജീവിക്കാനും യേശു നമ്മെ സഹായിക്കും. ചിന്തിക്കുക, യേശുവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് അധിക ധൈര്യം വേണ്ടത് എപ്പോഴാണ്? യേശുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് സഹായകരമായി തീർന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം.